വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 26 60 മുതൽ 68 വരെയുള്ള സൂക്തങ്ങൾ. പുലർച്ചയോടെ ഫറോവ അവരെ പിന്തുടർന്നു. ഇരു സംഘവും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ മൂസയുടെ, അതായത് മോസസിൻ്റെ അനുചരന്മാർ വിലപിച്ചുകൊണ്ട് പറയുകയാണ്, നമ്മളിതാ പിടിക്കപ്പെടാൻ പോകുന്നു. മൂസ പറഞ്ഞു, ഒരിക്കലുമില്ല, എന്നോടൊപ്പം എൻ്റെ രക്ഷിതാവായ ദൈവമുണ്ട്. അവനെനിക്ക് ഒരു വഴി കാണിച്ചു തരുന്നതാണ്. മൂസാക്ക് നാം ദിവ്യബോധനം നൽകി, നീ നിൻ്റെ വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കുക. ഉടനെ സമുദ്രം പിളർന്ന് ഓരോ ഖണ്ഡവും വലിയ മല പോലെ നിലകൊണ്ടു. മറ്റേ കൂട്ടരെയും നാം അങ്ങോട്ട് അടുപ്പിച്ചു. മൂസയെയും കൂടെയുള്ളവരെയും നാം രക്ഷിച്ചു. മറ്റേ വിഭാഗത്തെ നാം കടലിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായും ഈ സംഭവത്തിൽ മഹത്തായ ദൃഷ്ടാന്തമുണ്ട്. പക്ഷെ ജനങ്ങളിലധികവും ആ സത്യത്തിലൊന്നും വിശ്വസിക്കുന്നവരല്ല. ഇതിൻ്റെ രക്ഷിതാവ് അജയ്യനും കരുണാമയനുമാണ്. ദൈവിക നിർദ്ദേശമനുസരിച്ച് മൂസയും ഇസ്രായേലും രാത്രിയിൽ തന്നെ പുറപ്പെട്ടു. അവർ ചെന്നെത്തിയത് ചെങ്കടലിൻ്റെ തീരത്തായിരുന്നു. അപ്പോഴേക്കും പ്രഭാതമായി. അധികം താമസിയാതെ ഫറോവയും സൈന്യവും അവിടെ എത്തിച്ചേർന്നു. ഇസ്രായേലർ ആകെ ഭയന്ന അവശരായി. അവരുടെ മുന്നിൽ സമുദ്രം, പിന്നിലാകട്ടെ ഫറോവയും സൈന്യവും. ഇസ്രായേലിൽ പലരും മൂസയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു, നീ ഞങ്ങളെ കൊലക്കൊടുക്കാൻ വേണ്ടിയാണോ ഇവിടെ കൊണ്ടുവന്നത്? ഫറോവൻ സൈന്യം നമ്മളെ പിടികൂടും. പക്ഷെ മൂസ പതറിയില്ല. അദ്ദേഹം അവരോട് പറഞ്ഞു, ദൈവം ഒരു വഴി കാണിച്ചു തരും. തദവസരത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന വന്നു, നിൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് സമുദ്രത്തിൽ നീ അടിക്കുക. തത്സമയം മൂസ തൻ്റെ വടി കൊണ്ട് കടലിൽ അടിക്കുകയും സമുദ്രജലം 2 ഭാഗമായി മാറി 2 മലകൾ പോലെ നിലനിൽക്കുകയും ചെയ്തു. വെള്ളവും ചെളിയുമൊന്നുമില്ലാത്ത ഒരു വഴി അവിടെ തെളിഞ്ഞു വന്നു. ഉടൻ മൂസയും അനുയായികളും ആ വഴിയിലൂടെ ഓടി രക്ഷപ്പെട്ടു മറുകരയെത്തി. അവരുടെ പിന്നാലെ പാഞ്ഞു വന്ന ഫറോവയും സൈന്യവും കടലിൻ്റെ നടുഭാഗത്തെത്തിയതോടുകൂടി സമുദ്രം ഒന്നായി കൂടിച്ചേരുകയും ഫറോവയും സൈന്യവും ആ ആഴക്കടലിൽ മുങ്ങിച്ചാകുകയും ചെയ്തു. ഈ ചരിത്ര സംഭവത്തിൽ ദൈവവിശ്വാസികൾക്കും അതുപോലെ തന്നെ ദൈവനിഷേധികൾക്കും ഒരു മഹത്തായ ഗുണപാഠമുണ്ട്. സത്യവിശ്വാസികൾക്ക് അഥവാ ദൈവവിശ്വാസികൾക്ക് പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വരും. എന്നാൽ അന്തിമഘട്ടത്തിൽ ദൈവിക സഹായം അവർക്ക് വന്നെത്തുക തന്നെ ചെയ്യും എന്ന് ഈ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഇനി മറുഭാഗത്ത് ദൈവനിഷേധികൾക്കും ധിക്കാരികൾക്കും കുറച്ചു കാലം അഹങ്കരിക്കാനും ദൈവവിശ്വാസികളെ ആക്രമിക്കുവാനും കൊന്നൊടുക്കാനുമൊക്കെ അവസരം ലഭിച്ചെന്നിരിക്കും. എന്നാൽ അവരെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമായിരിക്കും, ഈ ലോകത്തും പിന്നീട് മരണാനന്തര ജീവിതത്തിലും. ആ ഒരു ഗുണപാഠമാണ് ഈ ചരിത്രത്തിലൂടെ നൽകപ്പെടുന്നത്.